എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഉപകാരപ്പെടുന്ന കുറച്ച് സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചാണ്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. അത് എല്ലാ കാര്യങ്ങളിലും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ജോലിക്ക് വേണ്ടി മാത്രമേ അത് ഉപകാരപ്പെടുള്ളൂ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതിലൊന്നാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാവുന്ന ഒരു കാര്യം നല്ല രീതിയിൽ പറയാൻ പഠിക്കുക, നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക. ചിലരുണ്ട് വളരെ എടുത്തടിച്ചതുപോലെ അങ്ങോട്ട് പറയും, എന്നിട്ട് പറയും ഞാൻ എല്ലാ കാര്യവും ഇങ്ങനെ ഡയറക്റ്റ് പറയുന്ന ആളാണ്, എനിക്കിങ്ങനെ പതുക്കെ പറയാനും ഷുഗർ കോട്ട് ചെയ്ത് പറയാനൊന്നും അറിയില്ല എന്നുള്ള രീതി, അതെന്തോ ഒരു ക്രെഡിറ്റ് പോലെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ എടുത്തടിച്ച് പോലെ സംസാരിക്കുന്ന ഈ സ്വഭാവം കൊണ്ട് തന്നെ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പലരും എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിലും അത് ചെയ്യാതിരിക്കാൻ ഇതൊരു കാരണമാവും, നമ്മുടെ ടോണ് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അപ്പോൾ മാന്യമായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പഠിക്കുക, അതും വ്യക്തമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. ഇപ്പോൾ മറ്റുള്ളവരോട് നന്നായി നല്ല ഒരു ടോണിൽ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും അത് നിങ്ങൾക്ക് ഏതൊരു ജോലി സ്ഥലത്താണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലായിടത്തും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നല്ല ലിസണർ ആവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ മടി കാണിച്ചിട്ട് ഇടയിൽ കയറിയിട്ട് അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യുക, മൊത്തം കേൾക്കുന്നതിന് മുമ്പേ അഭിപ്രായം പറയുക, പലരും സംസാരിക്കാൻ അവരെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, ആ ഒരു സ്കില്ലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ആദ്യം പഠിക്കുക, അവരെ ഇടയിൽ വെച്ചിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ നല്ലൊരു ടോണിൽ പൊളൈറ്റായിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന, എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉറക്കെ കരയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് വിഷമിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും വല്ലാതെ വിഷമിക്കുക, അതിനെ ഒരുപാട് പേഴ്സണലായിട്ട് എടുക്കുക. അവർ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇതിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, അതിന് നമ്മൾ അത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക, പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുക. അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ ഇമോഷൻസിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്കത് ജീവിതത്തിൽ എല്ലായിടത്തും അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ വളർച്ചയെ തടയുന്ന, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും പ്രൊഫഷണൽ ഗ്രോത്ത് ആണെങ്കിലും എല്ലാത്തിലും ഒരു തടസ്സമായി നിൽക്കും നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ലെങ്കിൽ. പിന്നെയുള്ളൊരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലർ പെട്ടെന്ന് അങ്ങോട്ട് പാനിക്കാവും, എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റിയുള്ള പേടി, എന്തെങ്കിലും ഒരു പുതിയ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആകെ പാനിക്കാവുന്ന ആളുകളുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവരുടെ ചിന്ത വരിക, ഇത് എൻ്റെ കുറ്റമല്ല. അവർക്ക് വിമർശനങ്ങൾ പേടിയായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ കുറ്റമല്ല, അത് മറ്റേ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അയാളാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് വേറെ ആളുകളുടെ മേലിൽ ബ്ലെയിം ചെയ്യാൻ, അവരുടെ കുറ്റം കൊണ്ടാണ് ഉണ്ടായത് എന്നൊക്കെ പറയാനായിരിക്കും ആദ്യം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓൺ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിലേക്ക് കടക്കുക. ബ്രേക്ക് ഇഷ്യൂസ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് എന്നാണ്. ഓരോ കാര്യങ്ങളും ഒറ്റയടിക്ക് തീർക്കാനൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ളത് അംഗീകരിക്കുക. അല്ലാതെ അപ്പം തന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അത് വേറെ ആൾക്കാരുടെ തലയിൽ ഇടാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുക, പിന്നെ അതിനെ പരിഹരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുക. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ളത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പരിശീലിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ളൊരു സ്കില്ലാണ് അഡാപ്റ്റബിലിറ്റി. നമുക്ക് എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഒരേ ജോലി തന്നെ ചെയ്ത് ആ കംഫർട്ട് സോണിൽ അങ്ങോട്ട് ഒട്ടിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യുക. മാറ്റങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും, പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അൺലേൺ ചെയ്യേണ്ടി വരും, റീലേൺ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ
മാറ്റങ്ങളെ പേടിക്കാതിരിക്കുക, അഡാപ്റ്റബിൾ ആവാൻ ശ്രമിക്കുക, കൂടുതൽ ഫ്ലെക്സിബിൾ ആവുക, പുതിയ കാര്യങ്ങളെ പഠിക്കാനും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്നോ അതിനെയൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെയുള്ള അറിവ് വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പഠിക്കുക.